ശരിയാണ്. ഈ ഉന്നയിക്കപ്പെട്ട ആരോപണത്തിൻ്റെ പുറത്താണ് മാറ്റിയതെങ്കിൽ അതിന് പ്രൊപ്പോഷണലായിട്ടുള്ള ആനുപാതികമായിട്ടുള്ള ഒരു നടപടിയല്ല ഉണ്ടായിരിക്കുന്നത്. കാരണം ഈ രണ്ട് ഞങ്ങൾ ഉന്നയിച്ച പ്രതിപക്ഷം ഉന്നയിച്ച ഈ രണ്ട് ഗുരുതരമായ ആരോപണങ്ങൾക്കും ഈ നടപടി പോരാ. അപ്പോൾ കണ്ണിൽ പൊടിയിടാനുള്ള ഈ നാളെ അസംബ്ലി തുടങ്ങുമ്പോൾ എന്തെങ്കിലും പറഞ്ഞ് പിടിച്ചു നിൽക്കാനുള്ള ഒരു തന്ത്രം മാത്രമാണ്. പേരിനൊരു മാറ്റം അത്രയേ ഉള്ളൂ. അതുതന്നെ അസംബ്ലി കൂടുന്ന പശ്ചാത്തലത്തിൽ നടന്നതാണ്. ബാക്കി നമുക്ക് നാളെ അസംബ്ലി പറയാം. ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ AK ബാലൻ അടക്കമുള്ളവർ പറഞ്ഞു ഇത് അൻവറിൻ്റെ കൂടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനൊരു നടപടി ഉണ്ടായിരുന്നു. ശരിക്കും അപ്പോൾ RSS നടത്തിയ കൂടിക്കാഴ്ച അത് മുഖവിലേക്ക് എടുക്കുന്നില്ല എന്നുള്ളതാണ്. അല്ല, അതാണെങ്കിൽ അതിനേക്കാൾ ഗുരുതരമാണ്. 2 കൊലക്കേസിൽ ഇടപെട്ടെന്നുള്ളതാണ് ആരോപണം. അങ്ങനെയാണെങ്കിൽ ഈ ബറ്റാലിയൻ്റെ സ്ഥാനത്ത് അതുപോലത്തെ ആളുകളാണ് വയ്ക്കുന്നത്. അപ്പോൾ ഒന്നും കൂടി ഗുരുതരമായി. അപ്പോൾ ഈ നടപടി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ വാചകം ഒട്ടും പ്രൊപ്പോഷണൽ അല്ല. ചെയ്ത ആരോപണങ്ങൾക്ക് അത് തെളിഞ്ഞിട്ടുണ്ടല്ലോ. DGPയുടെ അന്വേഷണത്തിൽ തെളിഞ്ഞാണെങ്കിൽ അതാണെങ്കിൽ ഇതിനേക്കാൾ ഗുരുതരമാണ്. 2 കൊലക്കേസുകളിൽ ഇടപെട്ടു എന്നുള്ളതാണ് ആരോപണം, അല്ലേ? പിന്നെ സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തുന്നതിന് നേതൃത്വം കൊടുത്തു എന്നുള്ളതാണ്. സ്വർണ്ണക്കള്ളക്കടത്തിന് നേതൃത്വം കൊടുത്ത ആളും അതുപോലെ 2 കൊലക്കേസിൽ അവിഹിതമായി ഇടപെട്ട ആളെയും ഈ RSSൻ്റെ ചുമതലയിൽ നിന്ന് ബറ്റാലിയൻ്റെ ചുമതലയിലേക്ക് മാറ്റിയ അത് പിന്നെ കണ്ണിൽ പൊടിയിടാനുള്ളതല്ലാതെ എന്താണ്? പിന്നെ ഏതാരോപണത്തിൻ്റെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഞങ്ങൾ ഉന്നയിച്ച 2 ഗുരുതരമായ ആരോപണം, അതുപോലെ ഭരണകക്ഷി MLA ഉന്നയിച്ച മറ്റാരോപണം. ഏതിലാണ് ചെയ്തതെങ്കിലും ഇത് എന്ത് തട്ടിപ്പാണിത്? ഞാൻ വീണ്ടും ചോദിക്കുന്നു, ഇത് എന്തൊരു പ്രഹസനമാണ് മുഖ്യമന്ത്രി? നാളെ നിയമസഭയിൽ കാണാം ബാക്കി.